ഈ വീഡിയോ ആരൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ പ്ലസ് വണ്ണുകാരുടെ അവസ്ഥ പ്ലസ് വൺ ആയിട്ടുള്ള എനിക്ക് മനസ്സിലാവും. അവരുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ കുറേ വട്ടം ചിന്തിച്ചു. പിന്നെ ഞാൻ ചെയ്യാത്തവരുണ്ട്. ഈ ചാനൽ കുറേ യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്നവരുണ്ട്. നമ്മളായിട്ടും കൂടെ നമുക്കൊരു സപ്പോർട്ടും കൂടെ ചെയ്യണമെന്ന് ഓർത്താൻ ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറയാം, കേരളത്തിൽ മെജോറിറ്റി പേർക്കും നമുക്കറിയാം പ്ലസ് വണ്ണിലെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എപ്പോഴും എന്നും നടക്കുന്നത് പോലെ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ അല്ല നടക്കുന്നത്. ഈ വർഷം മുതൽ മാർച്ചിൻ്റെ പ്ലസ് ടുവിൻ്റെ എക്സാമിൻ്റെ ഒപ്പമാണ് പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം. എന്തിനാ അങ്ങനൊരു നടത്തുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. എന്തിനാ ഇങ്ങനൊരു ചരിവ് നമ്മൾ കാണിച്ചതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം മാറ്റാനാണെങ്കിൽ എന്തുകൊണ്ട് ആദ്യം മുതൽ മാറ്റിയില്ല? അതായത് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്നൊരു കോൺസെപ്റ്റേ ഉണ്ടായിരുന്നില്ലെങ്കിൽ പ്ലസ് വണ്ണിൽ വേണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ 520 കിട്ടും, ഇംഗ്ലീഷിന് എ പ്ലസ് കിട്ടും. എനിക്ക് തോന്നുന്നു മെജോറിറ്റി പേരും എനിക്ക് തോന്നുന്നു ഈ വിഷയങ്ങൾക്കെല്ലാം എ പ്ലസ് കിട്ടുന്നത്. ഇംഗ്ലീഷിൽ മാത്രം എ പ്ലസ് പോയിട്ട് എ ഗ്രേഡോ ബി പ്ലസോ കിട്ടിയിട്ട് ബാക്കിയുള്ള വിഷയത്തിന് മേടിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ കുറേ ഇപ്പം എന്ത് ചെയ്യും, അവർ ഇംഗ്ലീഷിനെ ഇമ്പ്രൂവ് ചെയ്യും. ഇംഗ്ലീഷിന് അതിൽ പഠിച്ചാൽ മാക്സിമം ഫുൾ മാർക്ക് എത്തിക്കാൻ നോക്കും, അല്ലെങ്കിൽ എ പ്ലസ് അടിക്കാൻ നോക്കും. അങ്ങനെ എ പ്ലസ് അടിച്ചാണ് പ്ലസ് ടുവിലേക്ക് അവർ ഫുൾ എ പ്ലസ് മേടിക്കുക. അങ്ങനെ കുറേ പേരുണ്ട്. അല്ലെങ്കിൽ അവരുടെ മെയിൻ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിനും ബാക്കിയുള്ളതിനൊക്കെ എ പ്ലസ് പോയിട്ട് ബാക്കിയുള്ളവർ ഈ മെയിൻ സബ്ജക്റ്റ് ഫിസിക്സും കെമിസ്ട്രി ആയിട്ടുള്ള അങ്ങനത്തെ സബ്ജക്റ്റിനൊക്കെ എ പ്ലസ് പോയവർ അല്ലെങ്കിൽ ഫുൾ മാർക്ക് പോയവർ എന്ത് ചെയ്യും, അത് ഫുൾ മാർക്ക് അടിക്കാൻ നോക്കും. അങ്ങനെ അടിക്കുന്നവർ 500 എത്ര പേർക്ക് കിട്ടും? ഇമ്പ്രൂവ് ചെയ്ത മിക്കവർക്കും ഇമ്പ്രൂവ്മെൻറ്റ് അങ്ങനെ ചെയ്ത് കുറേ പേര് 500 വാങ്ങുന്നവരുണ്ട്. അതുപോലെ 1200 വാങ്ങിയവരുണ്ട്. 1200 ക്രോസ് ആയിട്ടുള്ള 2-3 മാർക്ക് നഷ്ടപ്പെട്ട എത്ര പേരുണ്ട്? അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം സത്യം പറഞ്ഞാൽ ആ കോൺസെപ്റ്റേ വേണ്ടായിരുന്നു. ഇങ്ങനെ ഈ വർഷമുള്ള അങ്ങനെ ആക്കാനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ആദ്യം മുതലേ ആക്കിയില്ലെന്നാണ് എൻ്റെ ചോദ്യം. എത്ര പേർക്ക് അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഇല്ലാതെ തന്നെ എത്ര പേർക്ക് ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ 5 എ പ്ലസ് വരെ കിട്ടും? ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. അതുപോലെ എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം? മാർച്ച് എന്ന് പറയും വിദ്യാഭ്യാസ വകുപ്പ് ഞങ്ങളുടെ ഒപ്പം നടക്കുന്നത്, നമ്മുടെ കുട്ടികളുടെ മനസ്സിനൊപ്പം ഉള്ളതെന്ന് പറയുന്നത്. എന്നിട്ട് മാർച്ചിൻ്റെ അതങ്ങനെയാണ് പ്ലസ് ടുവിൻ്റെ പരീക്ഷ രാവിലെ എടുത്തിട്ട് വൈകുന്നേരം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം. നല്ല രസമായിരിക്കും. അപ്പം എന്ത് പഠിക്കണമെന്ന് അറിയത്തില്ല. പ്ലസ് ടുവിലെ പഠിക്കണോ പ്ലസ് വണ്ണിലെ പഠിക്കണോ, എന്ത് പഠിക്കണം? ഇവൻ സ്കൂളിൽ ഇപ്പം നമുക്ക് ഇപ്പം ഇന്നലെ തന്നെ മാർക്കിൻ്റെ എന്തോ അവലോകനം പോലെ എന്തോ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഡബിൾ പാസ് അടിക്കാത്തവർ ഇപ്പം എന്താ പറയുക, എന്താ കഴിഞ്ഞ വർഷം വരെ എന്ത് പറയും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതണം, ഡബിൾ പാസ് അടിക്കണം, അല്ലെങ്കിൽ എ പ്ലസിലേക്ക് എത്തിക്കണം എന്നാണ് പറയുക. പക്ഷേ ഈ വർഷം തൊട്ട് ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്ന കോൺസെപ്റ്റേ ഇല്ല, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഇതിന് എഴുതണ്ട എന്നാണ് ഞങ്ങളോട് പറയുന്നത്. ഞങ്ങളോട് പറയുന്നത് റീവാലുവേഷൻ കൊടുക്കുക, റീവാലുവേഷനുള്ള ഒറ്റ മാർഗം, അതേ ഉള്ളൂ ഒരു മാർഗം. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമേ എഴുതാൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ടീച്ചർമാർ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ. എനിക്ക് തന്നെ ആഗ്രഹമാണ്, പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാം. എനിക്ക് മാത്സും അതുപോലെ ഇംഗ്ലീഷും എഴുതണമെന്ന് എൻ്റെ ആഗ്രഹം. ഇംഗ്ലീഷ് എൻ്റെ ടോട്ടലി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും പകുതി പോലും കിട്ടിയില്ല. ഇത്രയും കുറഞ്ഞു പോയി മാർക്ക് ഇംഗ്ലീഷിന്. ചിലർക്ക് എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ കിട്ടിയിട്ട് കാണും, ചില എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എനിവേ എന്തായാലും ഇംഗ്ലീഷിന് എ പ്ലസ് പോയ മെജോറിറ്റി പേര് എനിക്ക് അറിയാം. ഇംഗ്ലീഷിന് മാത്രം എ പ്ലസ് പോയവരുണ്ട്, മാത്സിന് മാത്രം എ പ്ലസ് പോയവരുണ്ട്. മാത്സിന് ബാക്കി എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടിയിട്ട് പോലും മാത്സിന് ബി പ്ലസ് കിട്ടിയ കുറേ പേരുണ്ട്. ഇവിടെ ആരും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതണമെന്ന് അവർ പറയുന്നുണ്ട്, പക്ഷേ സ്കൂളിൽ നിന്ന് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. അവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പ്ലസ് ടു കോൺസെൻട്രേറ്റ് ചെയ്യും, പ്ലസ് ടു ആണ് നിങ്ങളുടെ മെയിൻ, പ്ലസ് ടുവിൽ ഈ കിട്ടാത്ത മാർക്കും കൂടെ മേടിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം ഞാൻ പറയാം, ഇംഗ്ലീഷിന് ഇപ്പം 60 എനിക്കൊന്ന് 100-ൽ 80 മാർക്കാണ് കിട്ടിയത്. 100-ൽ 80 മാർക്ക് കിട്ടിയെങ്കിൽ നമ്മൾ ഈ മാർക്ക് കൂടെ കൂട്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ 100-ൽ നമ്മൾ മാർക്ക് മേടിക്കുന്ന വെച്ചാൽ 100-ൽ 100 വാങ്ങണമെന്ന്. അത് ഓരോരുത്തരുടെ ലക്ക് പോലെ ഇരിക്കും. അത് ഒരിക്കലും 99% പേർക്ക് അങ്ങനെ ശരിയാവണമെന്നില്ല.
ഇപ്പം നമുക്കിപ്പം കഴിഞ്ഞ വർഷം വരെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നെങ്കിൽ വിചാരിക്കുക, എനിക്കിപ്പോൾ സപ്പോസ് 5 A+ കിട്ടി, 1 A+ മാത്രം പോയി, അത് ഇംഗ്ലീഷിനാണ്, അതിലെനിക്ക് 100-80 മാർക്കേ ഉള്ളൂ, ഞാൻ ഡെഫിനറ്റ്ലി അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതി A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് എത്തിക്കാൻ നോക്കും. ഈ നമ്മളെ കുറേ യൂട്യൂബേഴ്സ് നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു, പക്ഷെ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് നോർത്ത് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിന് എന്തെങ്കിലും പ്രശ്നമാവുമെന്ന് എനിക്കറിയില്ല. എനിവേ ഞാൻ വീഡിയോ ചെയ്യുവാണ്. ഞാൻ കുട്ടികളായ നമ്മൾ മാത്രം ഇറങ്ങാതിരിക്കുന്നത് മോശമാണല്ലോ നോർത്താണ്. നമ്മുടെ ആവശ്യമാണ്. നമ്മൾ ഈ കമൻറ്റ് ബോക്സ് എത്ര പേര് കമൻറ്റ് ബോക്സിൽ ഇടുന്നതെന്നറിയാം. അതായത് ഈ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ നമുക്ക് വി നീഡ് ജസ്റ്റിസ്, അല്ലെങ്കിൽ വി നീഡ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം സെപ്റ്റംബർ ഓർ ഒക്ടോബർ, അങ്ങനെ ഇരട്ടിപ്പിടിച്ച കമൻറ്റ് ഇഷ്ടം പോലെ. ഒരു കുട്ടികൾ പോലും പറയുന്നില്ല മാർച്ചിൽ എക്സാം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടത്തണമെന്ന്. എന്നിട്ട് ഒരു നല്ല കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാതെ +1 ബോർഡ് എക്സാമിന് ഉഴപ്പം, എന്നിട്ട് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ എന്ന് ഓർത്ത് 3 ദിവസം ഇമ്പ്രൂവ് ചെയ്യണം. അങ്ങനെ നമ്മൾ അങ്ങനെ ഇനി ഒരു ഓപ്ഷൻ വേണ്ട. അത് ഫസ്റ്റ് ചാൻസ് തന്നെ എത്ര മാർക്ക് കിട്ടുന്നോ അത് തന്നെ മതിയെന്ന്. അതൊക്കെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആദ്യം തൊട്ട് നടത്തിയിരുന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ട് ആദ്യം തൊട്ട് നടത്തിയില്ല? ആദ്യം തൊട്ടേ ഈ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്നുള്ള കോൺസെപ്റ്റ് വേണ്ട. അങ്ങനെ ഈ ഫുൾ A+ എണ്ണവും കുറയും. അതുപോലെ തന്നെ ജയിച്ചവരുടെ എന്തായാലും ഈ ജയിച്ചവർ 78% ഒന്നും അല്ലായിരിക്കും, ഇവർ 70 വരെ ആകാൻ ചാൻസ് ഉണ്ട്. ഈ വീഡിയോ എത്ര പേര് കാണണം എനിക്കറിയില്ല. ഇതിന് പോലെ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് പോലും അറിയില്ല. എന്തായാലും ഞാൻ ആരെയും ഒന്നും പറഞ്ഞിട്ടുമില്ല. ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഈ ഒരു വർഷം കൂടെ, ഈ ഒരു ഒറ്റ വർഷം കൂടെ ഞങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഈ ഒറ്റ ഒരു വർഷം, അത് സെപ്റ്റംബറിലാണെങ്കിലും ഒക്ടോബർ ആണെങ്കിലും നവംബർ ആണെങ്കിലും കുഴപ്പമില്ല. ഈ 3 മാസം എവിടെ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ മാർച്ച് മാത്രം വെക്കണം. ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാം. +2 ലാബ് എക്സാമും ജനുവരി തൊട്ട് തന്നെ ലാബും പ്രാക്ടിക്കലും അങ്ങനെ എല്ലാം കൂടെ വന്ന് ഈ +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എത്ര പേര് മാത്സിന് ഫെയിൽ ആയവരുണ്ട്, എത്ര പേര് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുന്നവരുണ്ട്, B+ അല്ല C+ കിട്ടിയവരുണ്ട്, ബയോളജിക്ക് മാർക്ക് കുറഞ്ഞവരുണ്ട്. ഞങ്ങളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കാം. ഇതിനൊരു ഒരു റിപ്ലൈ പ്രതീക്ഷിക്കുന്നു എന്ന് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ ഇതിപ്പം എത്ര കുട്ടികൾ, ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഈ വീഡിയോസിന് താഴെ വന്ന് കമൻറ്റ് ചെയ്ത് സെപ്റ്റംബർ ഒക്ടോബർ വേണം. ഞാൻ പോലും ഞാൻ ഫസ്റ്റ് ടൈം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർമാർ ചുമ്മാ പറയുന്നതായിരിക്കും, എന്താണ് അങ്ങനെയൊക്കെ പറയുമെങ്കിലും സെപ്റ്റംബറിൽ തന്നെ കൊണ്ടുവരുമെന്ന് ഞാനൊരു ഹോപ്പ് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോഴത് തന്നെ പറയുന്നത്, ഇവർ പറയുന്നത് മാർച്ചിൽ തന്നെ കേൾക്കുമ്പോൾ സങ്കടം വരുവാണ്. നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഇല്ല. ബാക്കിയുള്ളവർ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതി അവർ ഫുൾ A+ അല്ല A+ നേടിയ വിഷയങ്ങൾ, നമ്മൾ മാത്രം പൊട്ടന്മാരെ പോലെ ഇവിടെ ഇരിക്കുക. എനിക്കറിയത്തില്ല എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ടൈം തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഇല്ലാതാക്കണമായിരുന്നു. എനിക്കറിയില്ല ഈ വീഡിയോ എന്തുമാത്രം ഇതാവുമെന്ന്. എന്തായാലും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. വീഡിയോ കാണുന്നവരൊക്കെ തന്നെ കാണേണ്ടവർ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്തവർ കാണിക്കുക. അങ്ങനെ അവസ്ഥ മനസ്സിലാക്കാൻ നമുക്ക് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം കൊണ്ടുവരിക. ഈ ഒരു വർഷം കൂടെ മാത്രം സെപ്റ്റംബറിലല്ല ഒക്ടോബറിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം കൊണ്ടുവരിക. ഗൈസ്, ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.